ഹായ് ഹലോ നമസ്കാരം. നാടോടി വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ലേയിലാണ്. അപ്പം ലേയിൽ നിന്ന് ഓക്കെ ഇത് കൊള്ളുക അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. റൂം ചെക്കൗട്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാർദുംഗ്ല പാസ് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. തിരിച്ചു വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഇവിടെ ലേ തന്നെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ സ്മാരകവും അതൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതൊന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പം ഇന്ന് മിക്കവാറും ലേ തന്നെ ആയിരിക്കും ഇന്ന് പിന്നെ സ്റ്റേ ചെയ്യുന്നത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റൂം ചെക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ റെഡിയായി. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഇത് എയർപോർട്ടാണ് കേട്ടോ. ഇത് ലേയിലെ എയർപോർട്ടാണ്. ഈ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളറിലുള്ള ഇതിട്ടേക്കുന്നത്. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പട്ടാള ക്യാമ്പും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. എവിടെ തിരിഞ്ഞാലും പട്ടാളക്കാരാണ്. സോ നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ലേയിൽ നിന്ന് കാർദുംഗ്ല പാസിലോട്ട് നമുക്കുണ്ട് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. സോ കാർദുംഗ്ല പാസ് പോകണമെങ്കിൽ നമ്മൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ ചെയ്തൊരെണ്ണം മേടിക്കേണ്ട ആവശ്യമുണ്ട്. സോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് അതിനൊരു കരുതലായിട്ട് അവിടെ ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഓക്സിജൻ സിലിണ്ടറും കൂടി മേടിക്കണം. സോ അതിന് മുമ്പ് പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ DC ഓഫീസിൽ പോകണം. DC ഓഫീസിൽ പോയിട്ട് വേണം പെർമിറ്റ് എടുക്കാൻ വേണ്ടി. ഓൺലൈനിൽ പെർമിറ്റ് എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ ഞങ്ങളിപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ DC ഓഫീസിലോട്ട് പോവുക. DC ഓഫീസിലോട്ട് പോയിട്ട് അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ കാർദുംഗ്ല പാസിലോട്ട് നേരെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഇവിടെ -3 വന്നായിരുന്നു ലേയിൽ ഇന്നലെ രാത്രിയിൽ. അപ്പോൾ മുകളിലോട്ട് ഇനി എത്രയാണെന്നുള്ളത് അറിയത്തില്ല. -4 -6 വരെയാണ് കാണിക്കുന്നത് മുകളിൽ. അപ്പം നോക്കാം. നമുക്കെന്നാൽ പിന്നെ ഇന്നത്തെ യാത്ര തുടങ്ങാം. അപ്പോൾ അപ്പോൾ അവനും റെഡിയായി നിൽപ്പുണ്ട്. ഇനിയിപ്പം ഗ്ലൗസും ഇതെല്ലാം എടുത്തിടണം. എല്ലാം പാക്ക് ആവണം. പാക്ക് ആയില്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുവാണ്. ലേയിൽ നിന്ന് കാർദുംഗ്ല പാസ്. ഓക്കെ. യെസ് ചലോ. എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദനയുണ്ട് കേട്ടോ. സോ ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നാണെന്ന് അറിയത്തില്ല. നല്ല തണുപ്പായിരിക്കുമെന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ കയറിയായിരുന്നു. ഞങ്ങളിന്നലെ ഒരു 19 കിലോമീറ്റർ മുകളിലോട്ട് കയറി. പക്ഷേ നമ്മൾ പെർമിഷൻ എടുക്കാതെ കയറാനില്ല ശരിക്കും. പക്ഷെ നമ്മൾ അതൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കുന്നതുകൊണ്ട്, ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് കയറിയത്. പിന്നെ കുറച്ച് കയറി കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് കാർദുംഗ്ല പാസിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ലേയിൽ നിന്ന് പെർമിഷൻ എടുക്കാതെ അങ്ങോട്ട് കയറാനില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും തിരിച്ചു വന്നു. അപ്പോൾ നമുക്കിനി പെർമിഷൻ എടുക്കുന്നിടത്ത് പോയിട്ട് കാണാം. നമുക്ക് പെർമിഷൻ എടുക്കണം. അവിടെ ഇനി എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഐഡിയോ ലിങ്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, വെബ്സൈറ്റ് ഐഡി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നോക്കാം. നമുക്ക് അതിൽ നിന്നും ട്രൈ ചെയ്യാം. വെബ്സൈറ്റ് ഐ ഡി കിട്ടുമായിരുന്നെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് പോകാമായിരുന്നു കേട്ടോ. ഇപ്പം വെബ്സൈറ്റ് ഐ ഡി കിട്ടുമോ? അതിന് എനിക്ക് കിട്ടിയ വെബ്സൈറ്റ് ഐ ഡിയിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇനി ഡിലേ ചെയ്യണ്ട. ഇപ്പോൾ ഓൾറെഡി 9:30 കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോയിട്ട് പെർമിഷൻ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇന്നലെ അവിടെ വൈകുന്നേരം നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എടുക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്തിട്ട് ഇന്ന് പോയാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ക്യാൻസലാക്കി. കാർദുംഗ്ല പോകുന്ന വേണ്ടെന്നുള്ള ഡിസിഷനിലായിരുന്നു. ഇന്ന് തിരിച്ച് ഇവിടുന്ന് കാർഗിലോട്ട് പോകാമെന്നുള്ളത്. ലഡാക്കിൽ നേരെ തിരിച്ച് പോകാമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടം വരെ വന്നതല്ല. എന്നാൽ പിന്നെ അതുകൊണ്ട് ഇന്ന് കണ്ടിട്ട് പോകാമെന്ന് ഇന്ന് രാവിലെ ഡിസൈഡ് ചെയ്തു. സോ നോക്കാം. പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓക്സിജൻ സിലിണ്ടറും കൂടി മേടിക്കണം തോന്നുന്നു. ഇതിനെക്കുറിച്ച് നോക്കണം. അവിടെ പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കണം. കാരണം പെർമിഷൻ്റെ ആവാതെ നമുക്ക് ചുമ്മാ ഓക്സിജൻ സിലിണ്ടർ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അവിടുന്ന് നമുക്ക് അവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് ചോദിക്കാമല്ലോ. അവരങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുന്ന മേടിച്ചെന്നുള്ളത് ചോദിക്കാമല്ലോ. സോ കുറച്ചും കൂടി എളുപ്പമാവും. വെൽക്കം ടു പാങ്കോങ് ലേക്കിലോട്ട് ഇവിടുന്ന് 140 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറയണമെങ്കിൽ ഇവിടെ
ലേ വരെ വരണമെങ്കിൽ പെർമിഷൻ്റെ ആവശ്യമില്ല, നമുക്ക് വരാൻ പറ്റും. ഇവിടുന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സോ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. റിസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് മാത്രമല്ല, അവിടെ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയതുകൊണ്ട് തന്നെ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. തലവേദന വരും. പിന്നെ ഈ ഓക്സിജൻ്റെ അളവ് കുറവായത് കൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. പിന്നെ വയറുവേദന, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരും. പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഇതെല്ലാം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. സോ നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് പെർമിഷൻ കിട്ടിയെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ എന്തായാലും എടുക്കാം. ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 24 തൊട്ട് 36 മണിക്കൂർ മുമ്പേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ ലേയിൽ വന്ന് സ്റ്റേ ചെയ്തെടുത്ത് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് സെറ്റായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ടിട്ട് വേണം ഇനി മുമ്പോട്ടുള്ള യാത്ര തുടങ്ങാൻ. അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വേണമെന്നൊന്നുമില്ല. പക്ഷേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനുള്ള പ്രിക്കോഷനായിട്ടത് അങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ലേയിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പം എടുക്കേണ്ട പ്രിക്കോഷൻസ് എല്ലാം ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അത് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്കിനി പെർമിഷൻ എടുക്കാൻ വേണ്ടി പോയിട്ട് നോക്കാം അവിടെ ഇനി എങ്ങനെയാണ്, ഇന്ന് പെർമിഷൻ കിട്ടുമോ, ഇനി നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, എന്നാൽ ആധാർ കാർഡ് അവിടെ എത്ര മനസ്സിലാക്കുന്നതാണ് ഒറിജിനലാണ്. അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്ത് നിൽക്കുക. രണ്ടുപേർക്കും സെപ്പറേറ്റ് എടുക്കണം. ఉందా నీ చేత బ్లడ్లో ఉంది నేను 3 జరిగింది చేత పర్మిట్ എടുത്തോണ്ട് ചേട്ടാ. ബാ യാ അടുത്ത് തരുന്നു. അപ്പോൾ നമ്മളൊരു ഓക്സിജൻ സിലിണ്ടർ മേടിച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറും ഡെമോക്സിൻ കാർദുംകുള പാസിന് പോകാനുള്ള പെർമിറ്റ് എടുത്തു. തിരിച്ച് ലേയിലോട്ട് വന്നിട്ട് ലേയിൽ തന്നെ കേട്ടോ പെർമിറ്റ് എടുത്തത്. ലേയിൽ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നെറ്റിൽ നോക്കുന്നതിനകത്ത് DC ഓഫീസിൽ നിന്ന് എടുക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സൈബർ പോണക്കുള്ള സ്ഥലങ്ങളിൽ അവർ എടുത്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രശ്നമില്ല, നമുക്ക് അവിടെ തന്നെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല. ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ ഓഫീസിൽ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു വൈകുന്നേരം ഈ പാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിവിടെ അടുത്ത സൈബറിൽ തന്നെ അവരെടുത്ത് തരും. ഓക്കെ, ഓക്സിജൻ സിലിണ്ടർ മേടിച്ചു കേട്ടോ. ഓക്സിജൻ സിലിണ്ടർ ഒരെണ്ണം മേടിച്ചു. 600 രൂപയായിരുന്നു അതിന് സിലിണ്ടറിന്. അത് മേടിക്കണം വേണ്ടെന്നുള്ള കമ്പീഷൻ ഉണ്ടായിരുന്നു. മേടിച്ചേക്കാമെന്നും ഉണ്ടായിരുന്നു, മേടിക്കുന്ന വേണ്ടെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും ഒരു ഫോറിനർ വന്നിട്ട് അവിടുന്ന് ഓക്സിജൻ്റെ അളവ് മതിയായിട്ട് അവിടെ കുഴഞ്ഞു വീന്നെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മളെന്തായാലും പിന്നെ മേടിച്ചേക്കാൻ തന്നെ വെച്ചു. അപ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ, ടാബ്ലറ്റും മേടിച്ചിട്ടുണ്ട്. ഡയോമെക്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ഇതുമായിട്ട് അങ്ങ് സെറ്റാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്തുന്നത് പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ ഒരു കുറേ ദൂരം ഇങ്ങനെ തപ്പി നടന്നിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു ബ്രെഡ് ഓംലെറ്റ് ഒരു ചായ കിട്ടി. അപ്പോൾ നമ്മൾ ഓർത്തുന്നത് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കഴിക്കാന്നുള്ള തീരുമാനത്തിലായി. പിന്നെ അങ്ങനെ ഒരു കിലോ ആപ്പിൾ മേടിച്ചു. ഇവിടെ ലേയിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി കേട്ടോ സംഭവങ്ങൾ. റൂമാണെങ്കിലും എന്താണെങ്കിലും നല്ല കോസ്റ്റ്ലിയാണ്. നമുക്ക് ഈ ലേയിലും കാർഗിലൊക്കെ ഒരു വന്നേ വെച്ചാൽ ഒരു പ്രത്യേകതരം മണമാണ് കേട്ടോ. മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണത്തിൻ്റെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സോൻമാർഗ് ഉണ്ടായിരുന്നപ്പം ഇത് കണക്ക് മഞ്ഞ് പെയ്തല്ലോ. മഞ്ഞ് പെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഇതേ സ്മെല്ല് ഭയങ്കരമായിട്ട് വന്നായിരുന്നു. പിന്നെ അങ്ങ് ഭയങ്കര മഞ്ഞ് വീഴ്ചയായിരുന്നു, നല്ല രീതിയിൽ മഞ്ഞ് വീണു. അപ്പം ഞങ്ങൾ ഓർത്തു മഞ്ഞ് വീഴാറാകുമ്പോഴത്തേനും അങ്ങനെ ഒരു ഇത് വരുന്നതായിരിക്കും ഓർത്തു.
എന്നാലും പക്ഷേ ഇവിടെ ലേയിൽ വന്നപ്പോഴും ആ ഒരു മണം ഉണ്ട് കേട്ടോ. എന്തോ ഒരു പ്രത്യേകതരം മണം. അത് നല്ല മണമല്ല, ഒരു കെമിക്കൽ ഫീലുള്ള മണം ആണ്. തൊണ്ടന് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാരസെറ്റമോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരസെറ്റമോൾ ഒരെണ്ണം കഴിച്ചു. ഇങ്ങോട്ടൊന്ന് വഴിയിൽ എവിടെ നിർത്തിയിട്ട് വേണം ആപ്പിളും ഒന്ന് കഴിച്ചിട്ട്, 1-2 ആപ്പിൾ കഴിച്ചിട്ട് ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടി. ടാബ്ലറ്റ് കഴിക്കണം. ഈ കുന്ന് കണ്ടില്ല മുമ്പേ, മുകളിലത്തെ ആ കുന്നെല്ലാം നമ്മൾ കയറണം കേട്ടോ. ഈ കുന്ന് കയറി മണ്ട എത്തണം. ഈ കുന്ന് തന്നെ കയറി മണ്ടയിലെത്താൻ വേണ്ടി 19 കിലോമീറ്റർ ഉണ്ട് ഈ കുന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് റൗണ്ട് അടിച്ച് പോകുന്നതല്ല. ഈ കുന്നിൻ്റെ, അതായത് ഇപ്പം നമുക്ക് കാണുന്നുണ്ടല്ലോ, ഈ കുന്നിന് നമ്മൾ ഒന്ന് ലെഫ്റ്റിലോട്ട് വരും, ലെഫ്റ്റ് എൻഡിൽ പോയിട്ട് പിന്നെ റൈറ്റിലോട്ട് വരും, പിന്നെ ലെഫ്റ്റിലോട്ട് വരും. അങ്ങനെ കയറി അതിൻ്റെ മണ്ടയിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ കുന്നിൻ്റെ അപ്പുറത്തോട്ട് കടക്കാനുള്ള വഴിയുള്ളത്. അപ്പോൾ ആ വഴി തന്നെ നമുക്ക് 19 കിലോമീറ്റർ ഉണ്ട് വിത്ത് കഥ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 21 കിലോമീറ്റർ ആണ് കാർദുങ്ല പാസിലോട്ട് ഉള്ളത്. സ്ഥലമാണ് മെഡിക്കൽ ഇൻഫോ പോലീസ്. ఉంది. వాళ్ళని ఉంతాగ తిందోయ్ కోడ అయితే మూల ఉంతాగ. ഈ ലേയിൽ കൂടുതലുള്ളത് ടിബേറ്റിയൻസ് ആട്ടോ. ടിബേറ്റിയൻസാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ ഒരു മഞ്ഞമല ഉണ്ടല്ലോ അങ്ങേയറ്റത്ത്, കറക്റ്റ് നടുക്കായിട്ട്. ആ മഞ്ഞമല വരെ ഇന്നലെ ഞങ്ങൾ പോയിട്ട് വന്നു, മഞ്ഞമലയുടെ താഴെ വരെ. അതായത് 19 കിലോമീറ്റർ ഏകദേശം അവിടം വരെ എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ 4 കിലോമീറ്റർ പോയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഈ പെർമിറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പാസ്സാകാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ടാണ് പോകണ്ട കേട്ടോ, ആ മലയിലോട്ട്. ആ മല വരെ 19 കിലോമീറ്റർ ഉള്ള 19 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് കാർദുങ്ല പാസിലേക്ക്. അപ്പം അവിടുന്ന് ഒരു 4 കിലോമീറ്ററാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമുക്ക് പെർമിറ്റ് കാണിക്കണം. പെർമിറ്റ് കാണിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് 20 കിലോമീറ്റർ ഫീസ് ഉണ്ടാക്കാം. കഴിച്ചിട്ട് ആപ്പ് വെച്ചിട്ട് കുറച്ച് ടാബ്ലറ്റ് ഉണ്ടാകും. അപ്പോൾ ടാബ്ലറ്റ് കൊണ്ട് കഴിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. ഓക്കെ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫിറ്റ്നസ്സിനുള്ള ടാബ്ലറ്റാണത്. അപ്പോൾ ഒരു നമുക്കിപ്പം അങ്ങനെ വേറെ കുഴപ്പമില്ല. ലേയിലോട്ട് പറഞ്ഞാൽ തന്നെ ഫിറ്റ്നസ് കാണിക്കും, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇപ്പം നമുക്ക് അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ വന്നിവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുഴപ്പമില്ല. അതുപോലെ തന്നെ പൂരി കഴിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ട് നേരെ മുമ്പോട്ടുള്ള യാത്ര പോകാം. പിന്നെ സൗത്ത് പുല്ല് എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ആ സൗത്ത് പുല്ലിലാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് വരുന്നത്. സൗത്ത് പുല്ലിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. സോ ചെക്ക് പോസ്റ്റ് നമുക്ക് ഈ പെർമിറ്റും അവിടെ നിന്നൊരു പാസും കൂടി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേറൊരു റൈഡറും കൂടി നമ്മുടെ സ്റ്റേഡിയം കയറി വരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള ലഡാക്ക് സൈഡിലോട്ടുള്ള എല്ലാ വഴികളും കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ബ്രോസാട്ടോ. ബ്രോ ആണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. അപ്പം അവരാണ് ഈ റോഡെല്ലാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. നല്ല വഴികളാട്ടോ. നമ്മുടെ നാട്ടിൽ പോലും ഇത്ര നല്ല വഴികളില്ല. എല്ലായിടത്തും അത്യാവശ്യം നല്ല വഴികളുണ്ട്. അവരോട് മാത്രം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എങ്ങാനും ചെറുതായിട്ടൊരു മണ്ണിൻ്റെ വഴി ഉണ്ടെങ്കിൽ എത്ര ഉള്ളൂ.
ബാക്കിയെല്ലാം ഓക്കെയാണ്, നല്ല വഴിയാണ്. അതാണ് താഴെ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. സിഗ്സാഗ് ആയിട്ടാണ് വരാൻ. അപ്പോൾ നമ്മൾ ലേയുടെ മൗണ്ടൈൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങ് ദൂരെ മഞ്ഞുമലകൾ കാണാം. കാർദുങ്ല എന്ന് പറയുന്നത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസസിൽ ഒന്നാണിത്. അപ്പം കാർദുങ്ല ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സമുദ്രതലത്തിൽ നിന്ന് ഏകദേശം 18,300 അടി ഹൈറ്റിലാണിത് ഉള്ളത്. ഇത് ഏകദേശം കാർദുങ്ല ഏകദേശം ലേയിൽ നിന്ന് 40 കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസിലാണുള്ളത്. 40 കിലോമീറ്റർ ഉണ്ട് ലേയിൽ നിന്ന് കാർദുങ്ലയിലോട്ട്. അത്യാവശ്യം അഡ്വഞ്ചർ ചെയ്യുന്നവർക്കും മൗണ്ടൈൻ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഇത് പറ്റിയ സ്ഥലമാണിത്. നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തി. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ എതിർ പോത്തില്ല ഗാഡി പോയിട്ട് നമ്മുടെ പെർമിറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ അപ്പോൾ ഞാൻ പെർമിറ്റ് കാണിച്ചിട്ട് കേട്ടെ. എന്തോ ഇവിടെ വണ്ടിയെല്ലാം പിടിച്ചിട്ടേക്കുവാണ്. ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടൊന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി വിടുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുകളിൽ 4 വീലർ ഒരെണ്ണം ബാക്കിയായിട്ടുണ്ട്. ഭയങ്കര മഞ്ഞ് പെയ്ത്താന്ന് പറഞ്ഞു. ഭയങ്കര മഞ്ഞാണ്. ഭയങ്കര മഞ്ഞ് കാരണം അവിടെ വണ്ടികൾ ഒരു 200 ചില്ലറ വണ്ടികൾ അവിടെ മുകളിൽ സ്റ്റക്കായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി ഇവിടുന്ന് അലോ ചെയ്യുന്നില്ല. ഇവിടുന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് റൈഡേഴ്സ് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം BRO അവിടെ നിന്നുള്ള BROയുടെ ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇപ്പോൾ വണ്ടികൾ വിടലെന്ന് ഉള്ള വണ്ടികളെ ആദ്യം അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ട് ഇവിടുന്ന് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടി അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്. പിന്നെ ഇന്നലെ ഒരു ഫോറിനർ വന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിൽ വന്നിട്ട് അവിടെ കുഴഞ്ഞ് വീണിട്ട് പിന്നെ അവരെ BRO ആണ് ഹോസ്പിറ്റലിലോട്ട് ആംബുലൻസിലായിട്ട് കൊണ്ടുപോയത്. സോ ഹെവി സ്നോഫാലാന്ന് പറഞ്ഞു. ഹെവി സ്നോഫാൽ ആയതുകൊണ്ട്
വണ്ടികൾ 200 ചില്ലറ വണ്ടികൾ അവിടെ പെട്ട് കിടക്കുവാണ്. അപ്പോൾ അതവർ ക്ലിയർ ചെയ്താലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. എല്ലാവരും മാസ്കും ഇതൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാസ്ക് എടുത്തതായിരുന്നു, അതെവിടെയോ വരുന്ന വഴിക്ക് എവിടെയോ മിസ്സായിപ്പോയി.